ആയിഷ മിസ് ഹിയർ. അപ്പോൾ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണല്ലേ. അതിൽ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഒറ്റയടിക്ക് പഠിക്കാന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള, സോഷ്യൽ സ്റ്റഡീസിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞു തന്നാലോ? കാര്യം എളുപ്പമായില്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോന് ശേഷം ഇത് ഹെൽപ്ഫുൾ ആയോ എന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിലും അറിയിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ പോകുന്ന ആ ഒരു ചോദ്യം നമ്മുടെ നോ അവർ ലാൻഡ്, നാടറിയാം എന്ന ചാപ്റ്ററിലെ ഈ ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും അത്? ഫിസിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് കേരള, ഭൂപ്രകൃതി വിഭാഗങ്ങൾ അല്ലെ. നമ്മുടെ കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ, ഫിസിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് കേരള ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യം മക്കളെ ഉറപ്പിക്കാൻ നമുക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിരിക്കും. ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണം എന്നില്ല, ഏതെങ്കിലും ഒരു ഫീച്ചർ വെച്ചിട്ടായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ 3 ഫീച്ചേഴ്സും എഴുതാൻ പറയും, അല്ലെങ്കിൽ ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് എഴുതാൻ പറയും. അങ്ങനെ പല രീതിയിലും നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏത് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം മിസ് ഇവിടെ സെറ്റ് ആക്കി തരാം. ഓക്കെ, സോ ഭൂപ്രകൃതി വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഫിസിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് കേരള എങ്ങനെയുണ്ട്? 3 തരത്തിലുണ്ട് അല്ലെ. നമുക്ക് ഇവിടെ മലനാടുണ്ട്, ഹൈലാൻഡ്, ഇടനാടുണ്ട്, മിഡ് ലാൻഡ് ആൻഡ് തീരപ്രദേശമുണ്ട്, കോസ്റ്റൽ ഏരിയ. ഇത് 3 നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈലാൻഡ്, മലനാടാണ് കേട്ടോ. ഇങ്ങനെ മലകളൊക്കെയുള്ള വലിയ, അതായത് ഏറ്റവും ഉയർന്ന പ്രദേശമായിട്ടുള്ള ഹൈലാൻഡ് മലനാടിനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ 75 മീറ്റേഴ്സ് എബവ് സീ ലെവൽ ആണ്. എവിടെയാണ്? സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്റർ മുകളിൽ. ഓക്കെ, എവിടെ? 75 മീറ്റർ മുകളിൽ ഈ ഒരു ഏരിയ ആണ് ഹൈലാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെയുണ്ട്? നമുക്ക് ഹിൽസ് ഉണ്ട്, മൗണ്ടെയിൻസ് ഉണ്ട്, പീക്സ് ഉണ്ട്, കുന്നുകൾ, മലകൾ, പർവ്വതങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഹൈലാൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് റിസീവ് ഹെവി റെയിൻഫോൾ ആൻഡ് ഇറ്റ് ഈസ് ജനറലി ഫുൾ ഓഫ് ഗ്രീനറി അല്ലെ. ഭയങ്കര ഹരിതാപവുമായിട്ടുള്ളതും അതേപോലെ തന്നെ മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശവുമാണ് നമ്മളുടെ ഹൈലാൻഡ് എന്ന് പറയുന്നത്. സംഗതി സെറ്റ് അല്ലേ? യെസ്. ഇനി അടുത്തതാണ് നമ്മുടെ മിഡിൽ ലാൻഡ് അല്ലെങ്കിൽ മിഡ് ലാൻഡ്, ഇടനാട് എന്ന് പറയുന്നത്. ഓക്കെ, അത് നടുവിലുള്ളതായതുകൊണ്ടാണ് മിഡ് ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ സീ ലെവൽ നിന്ന് 75 മീറ്ററിൻ്റെയും 7.5 മീറ്ററിൻ്റെയും ഇടയിലായിട്ടുള്ള ഈ നടുവിലുള്ള സ്ഥലമാണ്. അതായത് പരന്ന പാടങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള പ്രദേശമാണ് മിഡ് ലാൻഡ്, ഇടനാട് എന്ന് നമ്മൾ പറയുന്നത്. മിഡ് ലാൻഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹില്ലോക്സ് ഉണ്ട് ഇവിടെ. പിന്നെ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുക? വാലീസ്, റിവർ ബാങ്ക്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ചെറുകുന്നുകൾ, ത്വായകൾ, നദീ തടങ്ങളൊക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റും? ഈ ഒരു മിഡ് ലാൻഡ്, ഇടനാടിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം മിഡ് ലാൻഡ് ഇതാണ്. നേരത്തെ നമ്മൾ പഠിച്ചത് ഹൈലാൻഡ്. ഹൈലാൻഡ് എവിടെയാണ്? 75 മീറ്റേഴ്സ് എബവ് സീ ലെവൽ ആണ്. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്റർ മുകളിലാണ്. ഓക്കെ, 75 മീറ്ററിൻ്റെയും 7.5 മീറ്ററിൻ്റെയും ഇടയിലായിട്ടുള്ളതാണ് നമ്മുടെ മിഡ് ലാൻഡ്, ഇടനാട്. സെറ്റ് അല്ലേ? യെസ്. ഇനി അടുത്തത് കോസ്റ്റൽ ഏരിയ, തീരപ്രദേശം അല്ലേ. അതാ ഇതുപോലെയുള്ള നമ്മുടെ സീ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള, അതായത് കടൽ തീരമൊക്കെയാണ് തീരപ്രദേശത്ത് വരുന്നത്, കോസ്റ്റൽ ഏരിയാസിൽ വരുന്നത്. ഇറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ടു ലക്ഷദ്വീപ് സീ. ഓക്കെ, ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന പ്രകൃതി വിഭാഗമാണ് ഏത്? തീരപ്രദേശം, കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷദ്വീപിന്റെ അടുത്തായിട്ട് അതിനോട് ചേർന്നിരിക്കുന്ന പ്രദേശമാണ് ഏത്? നമ്മളുടെ തീരപ്രദേശം, കോസ്റ്റൽ ഏരിയാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ടു കോസ്റ്റൽ റീജിയൻ. ദിസ് ഏരിയ ഹാസ് ആൾട്ടിറ്റ്യൂഡ് ഓഫ് 7.5 മീറ്റേഴ്സ്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഇതിന്റെ ഉയരം വരുന്നത്. ഓക്കെ, സോ ഇത് 3മാണ് നമ്മളുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഫിസിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് കേരള എന്ന് പറയുന്നത്. മലനാട്, ഇടനാട്, തീരപ്രദേശം, ഹൈലാൻഡ്, മിഡ്ലാൻഡ്, കോസ്റ്റൽ ഏരിയ. ഇനി ഇതിന്റെ ലൊക്കേഷൻ എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചാൽ യെസ്, ഇവിടെ നമുക്ക് എന്തുണ്ട്? 7.5 മീറ്റേഴ്സ്, 75 മീറ്റേഴ്സ്. റെഡി? യെസ്. അപ്പോൾ 7.5 മീറ്റേഴ്സ് വരെയുള്ള നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന്, ഓക്കെ, നമ്മുടെ സീ ലെവലിൽ നിന്ന് 7.5 മീറ്റേഴ്സ് വരെയുള്ളത് കോസ്റ്റൽ ഏരിയ, തീരപ്രദേശമാണ്. ഇതിന്റെ ഇടയിൽ കിടക്കുന്നത് മിഡ്ലാൻഡ് അല്ലെങ്കിൽ ഇടനാടാണ്. 75 മീറ്റേഴ്സിന് എബവ് ആയിട്ടുള്ളത് മലനാട് അല്ലെങ്കിൽ ഹൈലാൻഡ് ആണെന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഉറപ്പിക്കാം, ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് അത്രയും 100% ചോദിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ മക്കൾ പഠിക്കുക, ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് ഒന്നും മിസ് ആവാതെ തന്നെ പഠിക്കുക. എന്തൊക്കെയാണ് അതിലത്തെ ഫീച്ചേഴ്സ് എന്നുള്ള കാര്യം കൂടി പഠിച്ചാൽ സംഗതി സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മിസ്സിന്റെ പേരോടൊപ്പം തന്നെ എങ്ങനെയുണ്ട് ഈ വീഡിയോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസ് ആണ് വേണ്ടതെന്നുള്ള കാര്യം കൂടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.